ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷഫീത. ഇന്ന് നമ്മൾ ടാലിയിലെ ഒരു കമ്പനിയെ എങ്ങനെയാണ് ബേക്കപ്പ് ചെയ്യുന്നത് എന്നും ബേക്കപ്പ് ചെയ്ത കമ്പനിയെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് എന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാലിയിൽ എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി കമ്പനി ക്രിയേഷനും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻഫോ മെനു ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ക്രിയേറ്റ് കമ്പനിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് ഡയറക്ടറി ആണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി കമ്പ്യൂട്ടറിൻ്റെ ഏത് ഡ്രൈവിലേക്കാണോ സ്റ്റോർ ചെയ്ത് പോകുന്നത് ആ ഒരു ഡ്രൈവാണ് അവിടെ കാണിക്കുന്നത്. ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് സേവ് ആയി പോകുന്നത്. അതാണ് ഡാറ്റ എന്ന് കാണിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് നെയിമാണ്. കമ്പനിയുടെ നെയിം എന്താണോ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ABC കമ്പനി എന്ന് നെയിമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റർ ചെയ്യാം. മെയിലിൻ നെയിം ആണ് അടുത്ത് ചോദിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ നെയിം എന്താണോ ആ നെയിം തന്നെയാണ് അവിടെ വരുന്നത്. ഇനി അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് കൺട്രി ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഏത് രാജ്യത്താണോ ആ കൺട്രി കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് കൺട്രീസ് വന്നിട്ടുണ്ട്. ഏതാണോ കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത്. ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിവിടെ കേരള കൊടുത്തിട്ടുണ്ട്. അടുത്തത് പിൻകോഡ് ചോദിക്കുന്നുണ്ട്. പിൻകോഡ് എത്രയാണോ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ, ലാൻഡ് ഫോണിൻ്റെ നമ്പർ ഏതാണോ നമ്പർ കൊടുക്കുക. അതുപോലെ ഫോൺ നമ്പർ കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി അടുത്തത് ഫാക്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. ഫാക്സ് നമ്പർ എത്രയാണോ നമ്മുടെ കമ്പനിയുടേത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID കൊടുക്കുക. ഞാനിവിടെ abc company@gmail.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വെബ്സൈറ്റ് ആണ് അടുത്തത് ചോദിക്കുന്നത്. വെബ്സൈറ്റ് ഏതാണോ കൊടുക്കുക. ഞാനതിവിടെ വെബ്സൈറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്സ് ഫ്രം. നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 1/4/2021 ആണ്. അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. 1/4/2021 തന്നെയാണ്. ഇനി അടുത്തത് ബുക്സ് ബിഗിനിങ് ഫ്രം. അതൊരിക്കലും ഫിനാൻഷ്യൽ ഇയർ അല്ല. നമ്മുടെ കമ്പനിയിൽ എന്ന് മുതലാണോ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/5/2021 ഡേറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ നമ്മളോട് ചോദിക്കുന്നത് സെക്യൂരിറ്റി കൺട്രോൾ ആണ്. നമ്മുടെ കമ്പനിക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാനാണ്. പുറത്തു നിന്ന് ഒരാൾ വന്ന് കമ്പനിയുടെ ഡാറ്റാസ് ഓപ്പൺ ചെയ്യാതിരിക്കാൻ നമുക്കൊരു സെക്യൂരിറ്റി കൊടുക്കാം. ഒരു പാസ്വേഡും ഒരു യൂസർ നെയിമും കൊടുക്കാം. കമ്പനിയുടെ ഡാറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അല്ല എങ്കിൽ കമ്പനിനെ ഓപ്പൺ ചെയ്യാൻ പിന്നീട് സാധിക്കില്ല. അതാണ് യൂസ് സെക്യൂരിറ്റി കൺട്രോളും ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ കൊടുക്കുന്നില്ല. എൻ്റർ ചെയ്യാം. ഇനി താഴെ ബേസ് കറൻസി സിമ്പിൾ ആണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ കറൻസി സിമ്പിൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർമൽ നെയിം INR അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്. എമൗണ്ടിന് മുന്നേ കറൻസിയുടെ സിമ്പിൾ കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കാണിക്കണം എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷന് എസ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആഡഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. എമൗണ്ടിനും സിമ്പിളിനും ഇടയിൽ സ്പേസ് വേണോ എന്നാണ് ചോദിക്കുന്നതും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എസ് ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദിക്കുന്നത് ഷോ എമൗണ്ട് ഇൻ മില്യൺ ആണ്. നമുക്ക് എമൗണ്ട് മില്യൺ ആയിട്ട് കാണിക്കണോ എന്നാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ വലിയ എമൗണ്ട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മില്യൺ ആയിട്ട് കാണിക്കാം. അത് കാരണം ഒരുപാട് സീറോസ് വരുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മില്യൺ ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് എസ് ആയി കൊടുക്കാം. ഇനി അടുത്ത ചോദിക്കുന്നത് നമ്പർ ഓഫ് ഡിക്കിമിൽ പ്ലേസസ് ആണത് 2 തന്നെയാണ്. ഇനി ഇവിടെ നമുക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. എൻ്റർ ചെയ്യാം. ആക്സെപ്റ്റ് കൊടുക്കാം. എസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്.
നെയിം ഓഫ് കമ്പനി ABC കമ്പനി എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു കമ്പനീനെ ബേക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനീനെ ബേക്കപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റം എറർ ആവുകയാണ്, നമ്മുടെ കമ്പനീൻ്റെ ഡാറ്റാസ് എല്ലാം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ കമ്പനി തന്നെ ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഡാറ്റാസിനെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഡാറ്റാസിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാലിയിൽ ഒരു കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി ഇൻഫോ മെനുവിൽ തന്നെ ബേക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് കമ്പനീസ് ടു ബേക്കപ്പ് കാണാം. അതിൽ ഫസ്റ്റ് തന്നെ സോഴ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതാണോ സോഴ്സ് അവിടെ കാണിച്ചിരുന്നത് സെയിം സോഴ്സ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ ഡെസ്റ്റിനേഷൻ ആണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ബേക്കപ്പ് ചെയ്യുന്ന കമ്പനീസിലെ ഡാറ്റാസ് കമ്പ്യൂട്ടറിൻ്റെ ഏത് ഡ്രൈവിലേക്കാണോ സ്റ്റോർ ആയി പോകുന്നത് അതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ C എന്നുള്ളതാണ്, C ഡ്രൈവിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ C ഡ്രൈവിൽ തന്നെ ഏതെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫോൾഡറിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോൾഡർ ആദ്യം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വിൻഡോസ് കീയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. കമ്പ്യൂട്ടറിൽ ലോക്കൽ ഡിസ്ക് C ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി ഉള്ള ഫോൾഡേഴ്സ് ആണിത്. ഞാനിവിടെ ന്യൂ ഫോൾഡറാണ് സെലക്ട് ചെയ്യുന്നത്, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഏതാണോ ഫോൾഡറിന് നെയിം കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം. ഞാനിവിടെ ടാലി 1 എന്നാണ് ഫോൾഡറിന് നെയിം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വിൻഡോനെ നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കളയാം. ഞാൻ മിനിമൈസ് ചെയ്തിട്ടാണിട്ടുള്ളത്. ഇനി ഡെസ്റ്റിനേഷൻ്റെ അവിടെ നമ്മളിപ്പോൾ ഏതാണോ ഫോൾഡറിന് നെയിം കൊടുത്തത് അതേ നെയിം തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ C:\tally1 എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരിക്കലും തെറ്റരുത്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ അവിടെ സോഴ്സും ഡെസ്റ്റിനേഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെയിം ഓഫ് കമ്പനിയാണ് ചോദിക്കുന്നത്. നമുക്ക് ബേക്കപ്പ് ചെയ്യേണ്ട കമ്പനി ഏതാണോ കമ്പനീനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് വന്നിട്ടുണ്ട്. ഏത് കമ്പനിയാണോ ബേക്കപ്പ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ABC കമ്പനിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ കമ്പനീസിനും നമുക്ക് ബേക്കപ്പ് ചെയ്യണമെങ്കിൽ ഓരോരോ കമ്പനിയായിട്ട് സെലക്ട് ചെയ്തിടാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കമ്പനി മാത്രമേ ബേക്കപ്പ് ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വേണം ആക്സെപ്റ്റ് ചെയ്യാൻ. ഇനി S കൊടുക്കാം. അപ്പോൾ നമ്മൾ ABC കമ്പനീനെ ബേക്കപ്പ് ചെയ്തു. ഇനി ഈ ബേക്കപ്പ് ചെയ്ത കമ്പനി നമ്മുടെ ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് C ഡ്രൈവിൽ തന്നെ ടാലി 1 നോക്കാം. അപ്പോൾ ഇതിൽ TBK900 എന്ന് കാണാം. ആ ഒരു പേരിലേക്കാണ് നമ്മുടെ കമ്പനി സേവ് ആവുമ്പോൾ മാറുന്നത്. അപ്പോൾ അവിടെ സേവ് ആയിട്ടുണ്ട്, നമ്മുടെ കമ്പനി ഡാറ്റാസൊക്കെ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ബേക്കപ്പ് ചെയ്ത കമ്പനി നമുക്കിതിന് റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ കമ്പനീനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇൻഫോ മെനുവിൽ തന്നെ നമുക്ക് ആൾട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൾട്ടർ എന്ന ഓപ്ഷനാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ കമ്പനിയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ആൾട്ടർ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ABC കമ്പനി വന്നിട്ടുണ്ട്. കമ്പനീനെ സെലക്ട് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കീ ഉണ്ട്. ഷോർട്ട് കീ ആണ് Alt+D. കീബോർഡിൽ നമ്മൾ Alt+D കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് വരും. S or no. നമ്മൾ S കൊടുക്കുകയാണെങ്കിൽ ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും S കൊടുക്കുക. അപ്പോൾ കമ്പനീനെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് കമ്പനി ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി സെലക്ട് കമ്പനിയിൽ നോക്കാം കമ്പനി അവിടെ ഉണ്ടോയെന്ന്. ഇല്ല, ABC കമ്പനി നമുക്ക് ഇതിൽ കാണുന്നില്ല, കമ്പനി ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് റീസ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാം. കമ്പനി ഇൻഫോ മെനുവിൽ തന്നെ ആ റീസ്റ്റോർ എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യാം. ഇവിടെ റീസ്റ്റോർ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിൽ ഡെസ്റ്റിനേഷൻ സെയിം ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ടാലി 1 നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നെയിം ഓഫ് കമ്പനി ചോദിക്കുന്നുണ്ട്. നമ്മൾ ആകെ ഒരു കമ്പനി മാത്രമേ ബേക്കപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേര് അവിടെ കാണാം. കമ്പനീനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. S കൊടുക്കുക. അപ്പോൾ കമ്പനീനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് എടുത്തു. നമുക്കിനി ആ കമ്പനീനെ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് കമ്പനിയിൽ തന്നെ വരാം. സെലക്ട് കമ്പനിയിൽ കമ്പനി അവിടെ വന്നിട്ടുണ്ടായിരിക്കും, ABC കമ്പനി. കമ്പനീനെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം.
ഇവിടെ നെയിം ഓഫ് കമ്പനി ABC കമ്പനി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടാലിയിൽ ഒരു കമ്പനീനെ ബേക്കപ്പ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്തെടുക്കുന്നതും, ഓരോ ദിവസവും നമ്മൾ ഓരോ ഡാറ്റാസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ബേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഡാറ്റാസ് ഒരിക്കലും നഷ്ടപ്പെടില്ല, വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.